ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഓണാട്ടുകരക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഓണത്തിനോണം അല്ലെങ്കിൽ ഓണത്തിനെക്കാട്ടിലും പ്രാധാന്യമുള്ള ദിവസമാണ് 28ാം ഓണം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് 3 കാളകളുണ്ട് കേട്ടോ. വീട്ടിൻ്റെ തൊട്ടടുത്ത് നിന്ന് 2 പിന്നെ പടിഞ്ഞാറ് നിന്നായിട്ട് ഒരു വലിയ കാളയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള കാള. ഇത് ഒരു രാവിലെ 9 മണിയായപ്പം റോഡിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ ഞങ്ങൾ. കഴിഞ്ഞ വട്ടം നമുക്ക് ഈ കാളകളെല്ലാം മിസ്സായി. കാരണം നമ്മൾ വന്നപ്പോഴത്തേക്കും രാവിലെ തന്നെ കാളകളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പടിഞ്ഞാറ് നിന്നുള്ളൊരു കാളയുടെ പുറകിൽ പെട്ടുപോയി. നമ്മുടെ അടുത്തു നിന്നുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം ഈ കാളയെ മെയിൻ റോഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ ചേർന്ന് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് പോകുന്നതിൻ്റെ പുറകിന് പടിഞ്ഞാറ് നിന്നുള്ള വലിയ കാള, അതായത് ഈ 3 എണ്ണത്തിൽ വലിയ കാളയും കൂടെ ഇതിൻ്റെ പുറകിന് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അത് പോകുന്നതിൻ്റെ പുറകിന് നമ്മുടെ അടുത്തുള്ള 2ാമത്തെ കാളയാണ് അവിടെ ഉള്ളത്. അവിടെ ബാൻഡും മേളമൊക്കെ പ്രാക്ടീസ് നടക്കുകയാണ്. അത് ഉച്ച കഴിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഈ കാള ഇവിടെ നിന്നാണ് മെയിൻ റോഡിലേക്ക് കയറുന്നത്. കുറേ ദിവസങ്ങളായിട്ടുള്ള ആഘോഷമൊക്കെയാണ് തീർന്നിട്ടുള്ളത് കേട്ടോ. ഉച്ചയ്ക്ക് സദ്യയും വൈകിട്ട് പാട്ടും ബഹളവും ഡാൻസും അതേപോലെ പുഴുക്കും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാടിൻ്റെ ആഘോഷമാണ് നിന്ന് പോകുന്നത്. തിരുവോണം കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇതിനെപ്പറ്റിയാണ് ചിന്ത. അപ്പോൾ ആ ഒരു ആഘോഷം ഇന്നത്തോടുകൂടി തീർന്ന് പോച്ചറിലേക്ക് കാളകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ വരുന്നതാണ് ത്രിലോക പ്രജാപതി. നമ്മുടെ പടിഞ്ഞാറ് എന്നുള്ള അത്യാവശ്യം വലിയ കാളയാണ്. പണ്ട് ഇതിനെ വലിച്ചുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ക്രെയിനൊക്കെ ഉപയോഗിച്ചാണ് കൊണ്ടുപോകുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും വലിപ്പത്തിലൊക്കെ മാറ്റം വരുന്നുണ്ടാവും, അതായിരിക്കും. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് 1:30 ആയപ്പോഴാണ് നമ്മുടെ അടുത്ത് നിന്നുള്ള അടുത്ത ഒരു കാളയുണ്ടല്ലോ, ഋഷഭശ്രേഷ്ഠൻ എന്നാണ് അതിൻ്റെ പേര്. ഓരോ കാളയ്ക്കും പേരും നമ്പറും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കാളയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓച്ചിറയിലോട്ടൊന്നും പോകാൻ പറ്റുന്നതല്ല. ഇനി വെളുപ്പിനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കാളകളെയൊക്കെ പോയി ഒന്ന് കാണണം.